ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ്, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ രക്ഷിതാക്കൾക്കുള്ള ICT ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ യോഗം ഇവിടെ കൂടിയിരിക്കുന്നത്. ICT ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയ മുഴുവൻ രക്ഷിതാക്കളെയും സ്കൂളിൻ്റെ സ്റ്റാഫ് കൗൺസിലിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ പരിപാടിയുടെ ആദ്യാവസാനം വരെ നിങ്ങളുടെ പരിപൂർണമായ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ്സാണ്. ഹെഡ് മിസ്ട്രസിനെ ഈ പരിപാടിയിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ICT ബോധവൽക്കരണ ക്ലാസുകൾ എടുക്കുന്നത് നമ്മുടെ വിദ്യാലയത്തിലെ SITCയും ജോയിൻ്റ് SITCയുമായ രാജഗോപാലൻ മാഷും ഫൽഗുണൻ മാഷുമാണ്. അവരെയും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപക സുഹൃത്തുക്കളെയും സർവോപരി ഈ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയ ഓരോ രക്ഷിതാവിനെയും വ്യക്തിപരമായും സ്റ്റാഫ് കൗൺസിലിൻ്റെ പേരിലും സ്വാഗതം ഒന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സ്കൂൾ ഹെഡ് മിസ്ട്രസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ക്രമീകരിച്ചത് പിന്നെ സാറ് പറഞ്ഞതുപോലെ നമ്മുടെ വിദ്യാർത്ഥികൾ മറ്റ് വിദ്യാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കാളൊക്കെ മിടുമിടുക്കന്മാരാണ്. നമ്മുടെ ഗവൺമെന്റ് ഇവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താനായിട്ട് ധാരാളം സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ധാരാളം പഠന ഉപകരണം നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. അടുത്തതായി രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് IT കോർഡിനേറ്റർ ആയ ശ്രീ K. രാജഗോപാൽ മാസ്റ്റർ നൽകുന്നു. ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ്, ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അതുപോലെ തന്നെ അധ്യാപക സുഹൃത്തുക്കളെ, കേരള സർക്കാരിൻ്റെ 100 ദിനം കർമ്മപരിപാടിയിൽ പെടുത്തിയ ഇന്നത്തെ ഈ രക്ഷിതാക്കൾക്കുള്ള ICT ബോധവൽക്കരണ ക്ലാസ് നമ്മളിപ്പോൾ തുടങ്ങുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മളുടെ കുട്ടികൾ ഇപ്പോൾ സർക്കാർ സ്കൂളിൽ പഠിക്കുന്നത് വളരെ നല്ല മെച്ചപ്പെട്ട നിലയിലാണ്. പഴയ ചോക്കും ബോർഡും ചൂരലും ഇതൊക്കെ ഇല്ലാതെ മൾട്ടിമീഡിയ റൂമിൻ്റെ സഹായത്തോടെ, IT ലാബിൻ്റെ സഹായത്തോടെ, കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങൾ ഇവയൊക്കെ ഉപയോഗിച്ച് വളരെ നല്ല രീതിയിൽ സയൻസ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും മറ്റു വിഷയങ്ങളും ത്രിമാന രീതിയിൽ കണ്ട് പെട്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസം നൽകി വരുന്നത്. ഇവിടെ നമ്മൾക്ക് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി സംസാരിച്ച ഒരു CD ഉണ്ട്. അത് കാണിച്ചതിന് ശേഷം നമ്മുടെ കേരളത്തിൽ ഇന്ന് നടക്കുന്ന IT എനേബിൾഡ് എഡ്യൂക്കേഷൻ, വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പഠനം, നമ്മൾ അതും കൂടി എങ്ങനെ കേരളത്തിൽ നടപ്പിലാക്കുന്നു എന്ന് കാണിച്ചുകൊണ്ടുള്ളൊരു CD ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കേരളത്തിലെ എല്ലാ സർക്കാർ സ്കൂളുകൾക്കും നമ്മുടെ ഗവൺമെൻറ് പ്രതിവർഷം 1.25 ലക്ഷം രൂപയുടെ സാധനങ്ങൾ നൽകി വരികയാണ്. പ്രൊജക്ടറാണെങ്കിലും ജനറേറ്ററാണെങ്കിലും കമ്പ്യൂട്ടറാണെങ്കിലും ലാപ്ടോപ്പ്, നെറ്റ് ബുക്ക്, സ്കാനർ, ഡിജിറ്റൽ ക്യാമറ മുതലായ വളരെയധികം വില വരുന്ന സാധനങ്ങൾ സർക്കാർ സ്കൂളുകളിലേക്ക് നൽകി വരുന്നു. ഇതൊക്കെ സ്കൂളുകളിൽ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതുകൂടി നമ്മളിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും.
നിലവിൽ ലഭ്യമായിട്ടുള്ള IT സൗകര്യങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നത് ഉറപ്പുവരുത്തുന്നതോടൊപ്പം തന്നെ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും രക്ഷാകർതൃ സമൂഹത്തിന് കഴിയും. ഈ ലക്ഷ്യത്തോടൊപ്പം വർദ്ധിച്ചുമായി ഉൾപ്പെടുന്ന വിപുലമായ ഒരു ശൃംഖലയുണ്ട്. ഇവരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായി 2 ലക്ഷത്തോളം ഹൈസ്കൂൾ അധ്യാപകർക്ക് IT പരിശീലനം നൽകി അവരെ IT പ്രവർത്തകരായി